CID മൂസ വൈബ് ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. എല്ലാവരും വിനായകൻ ചേട്ടൻ പിന്നെ ശ്യാം ഭയങ്കര രസമുണ്ട്. ഞങ്ങൾക്ക് പ്രേമല് കഴിഞ്ഞപ്പോ അവരെ ഇങ്ങനൊരു പരിപാടി കണ്ട ഭയങ്കര രസമായിരുന്നു. വിനായകൻ ചേട്ടൻ എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര കാരിക്കേച്ചർ സ്വഭാവമുള്ള, നമുക്ക് ആടും CID മൂസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര വർക്കാവും എന്ന് ഉറപ്പുള്ള ഫാമിലിയൊക്കെ ഉറപ്പായിട്ട് ഏറ്റെടുക്കും എന്നുള്ളൊരു പടമായിട്ട് തോന്നുന്നു. നമ്മുടെ അഭിനയനായിക്കാണ് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിയ ഭയങ്കര അടിപൊളിയാണ്. മൊത്തത്തില് മ്യൂസിക്കലിയും ഒക്കെ ഭയങ്കര ഓണായിട്ടാണ് നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകണം. ഓണാണ്, ഭയങ്കര ഓണാണ് പടം. ശരി, താങ്ക് യു. സ്റ്റണ്ട് അടിപൊളിയാണ്. ഗിരിരാജൻ കോഴി മേരിയുടെ കെമിസ്ട്രി സൂപ്പറാണ്. അവർക്ക് വേണ്ടിയിട്ട് വന്ന് കാണാം. ഷാർപ്പിന്റെ സ്റ്റണ്ട് കിടുവാണ്. സ്റ്റണ്ട് കിടുവാണ്. നല്ല എൻഗേജിങ് ആയിട്ട് ചെറിയ പടം. മസ്റ്റ് വാച്ചിങ്. ക്ലൈമാക്സ് എത്രത്തോളം എൻജോയ് ചെയ്തായിരുന്നു? ക്ലൈമാക്സ് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റി? ക്ലൈമാക്സിന്റെ എല്ലാം നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടും. അതാണ് ക്ലൈമാക്സ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഓവറോൾ ദ മൂവി ഈസ് ലൈക്ക് മസ്റ്റ് വാച്ചിങ്. CID മൂസ ഒക്കെ പോലത്തെ ഫൺ റൈഡ് ആയിട്ട് തോന്നുന്നത്. ഫൺ റൈഡ് ആണ്. അത് വേറൊരു ടൈപ്പ് ഫൺ റൈഡ്, ഇതും വേറൊരു ടൈപ്പ് ഫൺ റൈഡ്. സോ ഡെഫിനറ്റ്ലി വാച്ച് തിയേറ്റേഴ്സ്. ഇഷ്ടപ്പെടും. ഫാമിലി എന്റർടൈനർ ആണ്. എല്ലാവർക്കും കാണാം. താങ്ക് യു. ഫാമിലിക്കൊക്കെ അവർക്ക് പടം ഉണ്ടായിരുന്നു. കോമഡിയും കാര്യങ്ങളൊക്കെ പടം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? കലക്കൻ സിനിമ ഫാമിലിക്കൊക്കെ പറ്റിയ സിനിമയാണ്. എനിക്കൊരു 5 വയസ്സുള്ള മകനുണ്ട്. അവനായിട്ട് ഞാൻ ഇനി വൈകുന്നേരം കാണുന്നത്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണാം. അടിപൊളിയാണ്. ചേട്ടാ, മൊത്തത്തിൽ ഒരു CID മൂസ വൈബ് ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഫാബ്. ശ്യാംബ്രോ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് മൊത്തത്തിൽ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? ഇപ്പൊ ഈ ഒരു ഔട്ട് ഇത്ര ഒരു കളർഫുൾ ഔട്ടൊക്കെ പ്രതീക്ഷിച്ചിരുന്നു മൊത്തത്തിൽ? അല്ല, അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വിഷ്വൽ കാണുമ്പോൾ പുള്ളിയുടെ ആനന്ദിന്റെ ഒരു വിഷ്വലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരൊക്കെ ആയിട്ട് എങ്ങനെ ഫൈനൽ ഔട്ട് വരും. ഗ്രാൻഡ് ആയിട്ട് ഒരു ക്ലൈമാക്സ് എനിക്കൊന്ന് കുറെ നാൾ കേട്ടു. വികാലാൻഡിൽ ഞാൻ ആദ്യമായിട്ടാണ് വികാലാൻഡിൽ പോകാനും പറ്റി. എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഫണ്ണായിരുന്നല്ലേ ആ ഒരു ഷൂട്ടിംഗ് സമയത്തൊക്കെ? അത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രിപ്പ് പോയ പോലെ തന്നെ ആയിരുന്നു. എന്ന് രാവിലെ എഴുന്നേറ്റ് വികാലാൻഡിൽ പോകുക, ഇങ്ങനെ ഓടിയതൊക്കെ. ഇപ്പൊ ഷർഫിക്കായിട്ടൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ അവരുമായിട്ട്? ഞാൻ ഔട്ട് ഓഫ് മൈ ലവ് ഫോർ ഷർഫിക്കാണ് ഈ പടത്തിലോട്ട് വന്നത്. ആ സമയത്ത് വേറൊരു പടങ്ങളുമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. പണ്ടുപോലെ ഷർഫിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷർഫിക്ക് ഒരു പരിപാടി വിളിക്കുമ്പോൾ നമ്മൾ എന്തോ നോക്കാൻ ചെയ്യാറുള്ളതായിരുന്നു. അത് ഭയങ്കര ഹാപ്പിയാണ്. എവരിത്തിങ് ഇസ് ഫോർ ഷർഫിക്ക എന്ന് പറയുന്ന ഒരു ഇതാണ്. എഡിറ്റിംഗ് ഒക്കെ എത്ര ഇഷ്ടപ്പെടും? കാര്യങ്ങളൊക്കെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഇതിന്റെ നല്ലതായിരുന്നു. കാരണം ഇത് കുറച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരുപാടുണ്ടായിരുന്നു പടം. അപ്പം കുറച്ച് കട്ട് ചെയ്ത് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ടാഗടിക്കാൻ സാധ്യത. മാക്സിമം അഭിനവിന്റെ വർക്ക് നന്നായിട്ട് തന്നെ ഓടിക്കാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്കമിംഗ് മൂവീസ് ഒക്കെ രാജമൗലിയാന്ന് കേൾക്കുന്നുണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കാണാൻ പറയുമോ? കൂട്ടുകാരോടൊക്കെ കാണാൻ പറയുമോ? എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു ഇവരോടൊക്കെ അഭിനയിച്ച സമയത്ത്? ഷർഫിക്കയോടൊക്കെ അഭിനയിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഏകദേശം ആ ഒരു ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പടം. ഫാമിലിക്ക് പിള്ളേർക്കും അങ്ങനെ കാറ്റഗറി ഒന്നുമില്ല. നല്ല പടമാണ്. എല്ലാവരും പോയി കല്യാണം ഇനി എന്തെങ്കിലും വർക്ക്സ് ഒക്കെ വരുന്നുണ്ടോ ഇനി മലയാളത്തിലൊക്കെ? പടം ഇറങ്ങാൻ പോണേ ഉള്ളൂ. ഇപ്പൊ ഒന്നുമില്ല. അടുത്ത പടം ഷർഫിക്കയുടെ ഹീറോയിനായിട്ടാണ്. ജസ്റ്റ് ടൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ട് അത് വരും. അതപ്പോ ഇല്ല. കാരണം ആഡ്സും റീൽസും ഒക്കെ കാണുന്ന സമയത്ത് എല്ലാവരും കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കുട്ടി എന്തുകൊണ്ട് സിനിമയിലേക്ക് വരുന്നില്ല, എന്തുകൊണ്ട് വരും? സിനിമ തന്നെയാണ് ആഗ്രഹം. അവിടെ ഉള്ളൂ. അപ്പൊ അത് ആ സമയത്ത് വിശേഷിക്കും. ഇപ്പൊ എന്തെങ്കിലും അല്ലേ. ഓൾ ദി ബെസ്റ്റ് എല്ലാ ടീമിനും. ശരി, താങ്ക് യു. പടം